ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ 18ാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു സീരീസ് തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഒരു മുടക്കം വരുത്തിയിട്ടില്ല. ഇനിയും ഇതുപോലെ ഒരുപാട് എപ്പിസോഡുകൾ ഒരു മുടക്കവും ഇല്ലാതെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഈ ഒരു സീരീസ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ എനിക്കും പഠിക്കാൻ പറ്റി കേട്ടോ. കാരണം പുതിയ ഫോണുകളെ, പുതിയ ടെക്നോളജികളെ കുറിച്ച് നമ്മൾ പരിപാടി ചെയ്യുമ്പോൾ ഒന്നും അറിയാതെ അങ്ങ് പറയാൻ പാടില്ലല്ലോ. സോ പല വെബ്സൈറ്റുകളും കയറുന്നുണ്ട്, എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു ന്യൂസിന് ഉപകാരപ്പെടുന്ന വാർത്തകളുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് പോകുന്നുണ്ട്, അതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ. സോ എനിക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു ടെക് എന്ന് പറയുന്നത്. സോ കുറേ കൂടി ഇൻവോൾവ് ആവാനും മനസ്സിലാക്കാനും സാധിച്ചു. എന്തായാലും നമുക്ക് വലിച്ചു നീട്ടാതെ ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. അമേരിക്കയിൽ ആപ്പിളിന് പണി കിട്ടിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവരുടെ തന്നെ, അതായത് അമേരിക്കയിലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആപ്പിളിനെതിരെ ഒരു ആൻറ്റി ട്രസ്റ്റ് ഇഷ്യൂ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കാരണം അവർ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകൾ, അവരുടെ സർവീസുകൾ അമിതമായിട്ട് യൂസ് ചെയ്യാനായിട്ട് യൂസേഴ്സിനെ പ്രേരിപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള ആ ഒരു മൊണോപ്പൊളി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു കേസിന് ചുരുക്കം പറഞ്ഞാൽ നടക്കുന്നത്. എന്തായാലും ഇതൊരു വലിയ കേസാണ്, അടുത്തൊന്നും തീരുമാനമാകാൻ പോകുന്ന കാര്യങ്ങളല്ല. എന്തായാലും നിർഭാഗ്യകരമെന്നാണ് ടിം കുക്ക് പറഞ്ഞിരിക്കുന്നത്. ആപ്പിളിന് ഗൂഗിളിൻ്റെ ഒരു സഹായം വേണം. എന്താണെന്നല്ലേ, ഗൂഗിൾ ജെമിനിയുടെ ലൈസൻസ് ആപ്പിളിന് കൂടി വേണം. അതിനുള്ള ശ്രമങ്ങളെല്ലാം ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ iOS 18 ഒരുപാട് AI റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളല്ലാതെ ഉണ്ടായിരിക്കും. അത് ഓൾറെഡി ടിം കുക്ക് പറഞ്ഞിട്ടുള്ള കേസാണ്. സോ ആ ഫങ്ഷൻസ് എല്ലാം ക്ലൗഡ് ബേസ്ഡ് നടത്താനായിട്ട് ഈ ഗൂഗിൾ ജെമിനിയുടെ ആവശ്യമുണ്ട്. പുതിയ ഫോണുകളിൽ പുതിയ പ്രൊസസ്സർ ആയിരിക്കും, അതിൻ്റെ ന്യൂറൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ പുതിയ ഫോണുകളിൽ, അതായത് iPhone 16 നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ പഴയ ഫോണുകളിലോട്ട് വരുമ്പോൾ, ഇപ്പോൾ 13, 12 വരുമ്പോൾ അവിടെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. സിസ്റ്റമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. സോ അതിന് ക്ലൗഡിൻ്റെ സഹായം വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജെമിനിയുടെ ലൈസൻസിന് വേണ്ടി ആപ്പിൾ ശ്രമിക്കുന്നത്. എന്താകും എന്നുള്ളത് കണ്ടറിയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർക്കും കൊടുക്കാത്ത, ഇതുവരെ നടക്കാത്ത അത്രയും വലിയൊരു എമൗണ്ട് ഗൂഗിള് ആപ്പിളിൻ്റെ അടുത്ത് ചോദിക്കണം. അതാണ് ഒരാഗ്രഹം. എന്നിട്ട് ആ പൈസ ആപ്പിൾ കൊടുത്തിട്ട് ആ ഒരു ഫീച്ചർ വാങ്ങണം. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഐഫോൺ ഇറങ്ങുമ്പോൾ ആ ഒരു വിലയും കൂടി ചേർത്തിട്ടുള്ളതായിരിക്കും അവർ കൂട്ടുക. ഒരു 3-4 ലക്ഷമൊക്കെ ചിലപ്പോൾ ആപ്പിൾ ആയ കാരണം ഇട്ടേക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം. വരാനിരിക്കുന്ന സാംസങ് ഗാലക്സി S25 6.3 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും എന്ന് പറയുന്നു. ഇപ്പം നിലവിൽ ഓടുന്നത്, അതായത് S24 നമുക്ക് 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. സോ കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. iPhone 16 പ്രോയിലും അതേപോലെ നോർമൽ 16 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അതുകൂടാതെ സാംസങ്ങിൽ അടുത്ത വർഷം വരുന്ന ഫോണുകളിൽ, അതായത് S24 സീരീസിൽ എല്ലായിടത്തും, എല്ലാ സീരീസിലും, മീൻസ് എല്ലാ യൂണിറ്റിലും, എല്ലാ മോഡലുകളിലും എക്സിനോസിൻ്റെ പ്രൊസസ്സർ തന്നെയായിരിക്കും. ഇനി സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ഉണ്ടാകില്ല എന്നൊരു റൂമർ, ഒരു കരക്കമ്പി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എന്തായാലും എക്സിനോസ് ഈ വർഷം ഇറങ്ങിയത് വലിയ കുഴപ്പമൊന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂ, ലാഗ് ഇഷ്യൂ അങ്ങനെയൊന്നും ഇതുവരെ കാര്യമായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എക്സിനോസിൻ്റെ പ്രശ്നം തുടങ്ങണമെങ്കിൽ ഒരു 6-7 മാസം കഴിയണം, എന്നാലേ അതിൻ്റെ ഒരു പ്രശ്നം പുറത്തേക്ക് വരുള്ളൂ. എന്തായാലും അടുത്ത വർഷം ഇങ്ങനൊരു ചതി കൂടെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നൊരു കരക്കമ്പി ഉണ്ട്. 26-ാം തീയതി, അതായത് വരുന്ന ചൊവ്വാഴ്ച, ചൈനയിൽ വിവോ X Fold 3 എന്ന് പറയുന്ന ഒരു ഫോൾഡബിൾ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രൊസസ്സർ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതുകൂടാതെ വിവോയുടെ തന്നെ പാഡ് 3 Pro എന്ന് പറയുന്ന മറ്റൊരു പ്രൊഡക്റ്റും വരുന്നുണ്ട്. അവിടെ വരുന്നത് Dimensity 9300 പ്രൊസസ്സറാണ് വരുന്നത്. ഇത് കൂടാതെ വിവോ TWS4 എന്ന് പറയുന്ന മറ്റൊരു പ്രൊഡക്റ്റ് കൂടെ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ 3 പ്രൊഡക്റ്റുകളാണ് ഈ ഒരു ഇവന്റിൽ, അതായത് 26-ാം തീയതിയിലത്തെ ഇവന്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്നുള്ളതൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല. വന്നാൽ പറയാൻ വന്നു. ഇൻഫിനിക്സ് നോട്ട് 40 സീരീസിൽ 3 ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണുകൾ അടുത്ത മാസം, അതായത് ഏപ്രിൽ ഇന്ത്യയിലോട്ടും വരും. ഇൻഫിനിക്സ് നോട്ട് 40 Pro Plus എന്ന് പറയുന്ന ഒരു മോഡൽ, Dimensity 7020 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. 6.7 ഇഞ്ച് വരുന്ന കർവ്ഡ് AMOLED ഡിസ്പ്ലേ, 108 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ,
അതുകൂടാതെ 5000 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, വയർലെസ് ചാർജിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി ഇതിന്റെ മറ്റൊരു വേരിയന്റ് നോക്കിയാൽ ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്ന് പറയുന്ന ഒരു മോഡൽ. ഇതിലും കൊടുത്തിരിക്കുന്ന സ്പെക്കൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ വയർലെസ് ചാർജിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കിട്ടില്ല. ഇത് കൂടാതെ ഒരു 4G ഫോണും കൂടി വന്നിട്ടുണ്ട്, ഇൻഫിനിക്സ് നോട്ട് 40. ഇതിൽ ഹീലിയോ G99 പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. 8000 രൂപയ്ക്കൊക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കാം. എനിവേ 3 ഫോണുകൾ ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അടുത്ത മാസം ഇന്ത്യയിലോട്ട് വരും. ഹോണറും പോർഷയും തമ്മിലുള്ള കൊളാബറേഷനിൽ കഴിഞ്ഞ വർഷം നല്ലൊരു ഫോൾഡബിൾ ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫോണിന്റെ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷം വീണ്ടും ഈ ഒരു കൊളാബറേഷനിൽ 2 ഫോണുകൾ കൂടി വരാനായിട്ട് പോവുകയാണ്. ഹോണർ മാജിക് 6 RSR എന്ന് പറയുന്ന ഒരു മോഡലും, അതുകൂടാതെ ഹോണർ മാജിക് 6 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന മറ്റൊരു മോഡലും. ഈ 2 മോഡലുകളും ഇന്ത്യയിലോട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. എന്തായാലും 2 ലക്ഷം 3 ലക്ഷം രൂപ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ തന്നെ ആയിരിക്കും. ക്വാൽകോമിന്റെ സൈഡിൽ നിന്ന് 2 പുതിയ പ്രോസറുകൾ കൂടി വരുന്നുണ്ട്. 8S Gen 3 എന്ന് പറയുന്ന ഒരു പ്രോസറും, അതുകൂടാതെ 7+ Gen 3 എന്ന് പറയുന്ന ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു അബോവ് മിഡ് റേഞ്ചിൽ നിൽക്കുന്ന മറ്റൊരു പ്രോസറും. അതിൽ മിക്കവാറും മോട്ടറോള എഡ്ജ് 50 Pro ആയിരിക്കും ഈ ഒരു 8S Gen 3 വെച്ച് വരുന്ന ഫസ്റ്റ് ഫോൺ ഇന്ത്യയിലോട്ട് ഇറങ്ങാൻ ചാൻസ് ഉള്ളത്. ഏപ്രിൽ 3 ഈ ഒരു മോട്ടോ എഡ്ജ് 50 Pro എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ആഡ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സോ 2 പ്രോസസ്സറും വരുന്നുണ്ട്. അതുകൂടാതെ മോട്ടറോള സൈഡിൽ നിന്ന് 50 Pro എന്ന് പറയുന്ന എഡ്ജ് 50 Pro എന്ന് പറയുന്ന മറ്റൊരു പുതിയ മോഡൽ ഫോൺ വരുന്നുണ്ട്. റിയൽമി നാർസോ 70 Pro എന്ന് പറയുന്ന മറ്റൊരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബേസ് വേരിയന്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19,999 രൂപയ്ക്കാണ്. ഡിമെൻസിറ്റി 7050 എന്നൊരു പ്രോസസ്സറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. സോണി IMX 890 സെൻസറാണ് മെയിൻ ക്യാമറ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 5000 mAh ബാറ്ററി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ. ഒരു ടിപ്പിക്കൽ റിയൽമി ഫോൺ എന്തായാലും 19,999 രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ, അഡീഷണൽ കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ റിയൽമിയുടെ സൈഡിൽ നിന്ന് നാർസോ 70 Pro എന്ന് പറയുന്ന ഒരു ഫോൺ വന്നിട്ടുണ്ട്. ഹോണർ വാച്ച് GS4 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് ഹോണറിന്റെ സൈഡിൽ നിന്ന് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലോട്ടും ഈ ഒരു വാച്ച് വരും എന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം, അതായത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 14,000 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഈ ഒരു വാച്ച് കൂടാതെ ഒരു ബാൻഡ് 9 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ബാൻഡ് കൂടെ ഇവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 3000 രൂപയാണ് വരുന്നത്. സോ ഇങ്ങനെ 2 പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്, അത്രമാത്രം. OnePlus Nord CE4 എന്ന് പറയുന്ന ഫോൺ ഏപ്രിൽ 1 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസസ്സറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ 100 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജിങ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നു. എന്തായാലും OnePlusന്റെ ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഏകദേശം ഒരു 25,000 രൂപ, ഒരു 30,000 രൂപയ്ക്ക് താഴെയൊക്കെ ആയിട്ടാവും ഇതിൻ്റെ ഒരു പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആമസോൺ ത്രൂ ആയിരിക്കും ഈ ഒരു ഫോൺ കിട്ടുക. എന്തായാലും വാങ്ങി ഉപയോഗിക്കണം എന്നുണ്ട്. എന്തായാലും OnePlusന്റെ ഫോൺ ഏപ്രിൽ 1 വരുന്നുണ്ട്. നത്തിങ് കമ്മ്യൂണിറ്റി എഡിഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നത്തിങ് ഫോൺ 2A ഉണ്ടല്ലോ, അത് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ഇന്നോവേഷൻസ്, നമ്മളുടെ ഐഡിയകളൊക്കെ ഷെയർ ചെയ്യാൻ, അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല നല്ല കാര്യങ്ങൾ അത് അവരെടുക്കും. എന്തായാലും നല്ലൊരു പരിപാടിയാണ്. ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാനും ചാൻസ് ഉണ്ട്. നമ്മളുടെ കഴിവുകൾ കാര്യങ്ങളെല്ലാം പുറത്തെടുക്കാനുള്ള നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ നിങ്ങൾക്ക് നല്ല കഴിവുകൾ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നത്തിങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ട്വിറ്റർ ഒന്ന് നോക്കിയാൽ മതി, അവിടെയും അവൈലബിൾ ആണ്. കാൽപേ ഒഫീഷ്യൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. Vivo T3 എന്ന് പറയുന്ന ഒരു ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ ഒരു ഫോണിനെ പറ്റി എക്സ്പെക്ട് ചെയ്തത് IQ Z9 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റീനെയിംഡ് വെർഷൻ ആയിരിക്കും. വേറെ ഡിസൈനിലോ ഒരു വ്യത്യാസവും ഇല്ലാതെ ജസ്റ്റ് വിവോൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഫോൺ വരുന്നു എന്നാണ് എക്സ്പെക്ട് ചെയ്തത്. അങ്ങനെയല്ല, ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളിലൊക്കെ കുറച്ച് വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് സെയിം തന്നെയാണ്, ഇന്റേണൽ സ്പെക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഒരു റീബ്രാൻഡഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എനിവേ ഇതിനും 19,999 രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത്. ഡിമെൻസിറ്റി 7200 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സെയിം തന്നെ IQ Z9ൻ്റെ സെയിം സ്പെക്ക്. ഇതിൽ IQ Z9 ഫോണിൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐക്കണിൽ കൊടുക്കാം. 2024 20,000 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കുള്ള എനിക്കുള്ള മറുപടി IQ Z9 ആണ്. നല്ല ഫോണാണ് കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓവറോൾ തന്നത്. റിയൽമി 12X എന്ന് പറയുന്ന ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തുമാത്രം ഫോണുകളല്ലേ ഈ ഒരു 12 സീരീസിൽ ചവറ് പോലെ റിയൽമി ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു 12X എന്ന് പറയുന്ന ഫോൺ ഇതുവരെ ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. വരട്ടെ, ബാക്കി വിശേഷങ്ങൾ അപ്പം പറയാം. എന്തായാലും ചൈനയിൽ റിയൽമി 12X എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അവസാന ന്യൂസ്,
ഹോണർ പാഡ് 9 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും മറ്റ് ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും. സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 23,000 രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12.3 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 2.5K റെസൊല്യൂഷനൊക്കെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ഡിസ്പ്ലേ ആണ്. എന്തായാലും ഒരു ടാബ്ലറ്റ് ഹോണറിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ ന്യൂസുകൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്തായാലും കുറേ നല്ല വീഡിയോസ് ചാനലിൽ മൊത്തത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നത്തിങ് ഫോൺ 2യുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. IQ Z9 ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ ഓൺ ദ വേ ആണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അടിപൊളിയായിട്ടിരിക്കട്ടെ. അപ്പോൾ ഗുഡ് ബൈ.